ടർബോ മൂവി കണ്ടിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. എൻ്റെ എനിക്ക് ആക്ച്വലി ഞാൻ ബ്ലാങ്ക് ആണ്. എനിക്ക് എന്ത് പറയണം പറയണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. തിയേറ്ററിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ച് ഫസ്റ്റ് ഹാഫ് ഫുൾ ബിൽഡപ്പാണ് സ്റ്റോറിയുടെ. 1 മണിക്കൂർ കൊണ്ട് ഇൻ്റർവെല്ലായി, 1 മണിക്കൂർ 15 മിനിറ്റ്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ഗ്രാഫ് മേലോട്ട് പോകുന്നത്. അവസാനത്തെ 20 മിനിറ്റ് ഒരു രക്ഷയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ചേസ് സീൻസ് ഒക്കെ ഉണ്ട്. അതൊരു നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡ് കൾച്ചറിലേക്ക് അറിയാം. ഈ പോലീസുകാർ ചേസ് ചെയ്യുമ്പം നമ്മൾ ഓരോരോ ഒബ്സ്ട്രക്ഷൻസ് തട്ടിയിട്ട് അവരെ ബ്ലോക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അതുപോലത്തെ ഒരുപാട് രംഗങ്ങൾ എനിക്കത് തോന്നി, കണ്ടിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. കുറേയൊക്കെ പ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും സ്റ്റോറിയിൽ. ആരാരെ ചതിച്ചതാണെന്നും കൊന്നത് എങ്ങനെയാണ്, കണ്ടതിൻ്റെ തുമ്പ്. ഞാൻ ഡീറ്റെയിൽസ് പറയാത്തത് പിന്നെ സ്പോയിലർ ആവാതിരിക്കാനാണ്. അത് കുറേയൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും സ്റ്റോറി. വലിയ സ്റ്റോറിക്കകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും. പക്ഷെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് മമ്മൂട്ടിയുടെ ആക്ടിങ് ആണ്. ഞാൻ ന്യൂ സെൻട്രൽ തിയേറ്ററിലാണ് പോയി കണ്ടത്. അവിടെ വെച്ച് എനിക്ക് കുറച്ച് പേരെ പരിചയപ്പെട്ടു. അതൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല. അത് വെച്ച് ഞാൻ ഇത് സിനിമയായിട്ട് ബന്ധമുള്ളവരെയാണ്. അത് ഞാൻ മനസ്സിലാക്കി. മമ്മൂട്ടി തന്നെയാണ് ആ ഡ്രൈവ് ചെയ്ത്, ഡ്യൂപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റിലെ ഫൈറ്റ് സീൻസ് ഒക്കെ എക്സ്ട്രാ ഓർഡിനറി ആണ്. എക്സ്ട്രാ ഓർഡിനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരാത്ത ഫൈറ്റ് സീനും സ്റ്റണ്ടും ബോറിങ് ആയിരുന്നില്ല. എക്സ്ട്രാ ഓർഡിനറി ആണ് എടുത്ത് വെച്ചിരുന്ന രീതി. അപ്പം ആർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഫാമിലി ഓഡിയൻസിനെ കാണാവുന്നൊരു പടമാണ്. ഒരുപാട് ഗോറി എലിമെന്റ്സ് ഇല്ലെങ്കിലും കുത്തും കൊലയും കുറേ ഉണ്ട്. അത്യാവശ്യം ന്യൂട്രലായിട്ടാണ് എടുത്തേക്കുന്നത്. വലിയ ഗോറി എലിമെന്റ്സ് ഇല്ല. പിന്നെ സ്റ്റോറി ലൈൻ ഇച്ചിരി വീക്കാണ്. ചെറിയൊരു കഥയാണ്. ടർബോ ജോസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കിത് വിലയിരുത്തുവാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാഫ് ഷൈലോക്കിന്റെ ഫസ്റ്റ് ഹാഫ് പോലെ ഇരിക്കും. പുള്ളി അങ്ങ് നിറഞ്ഞു നിൽക്കുക അതിനകത്ത് മമ്മൂട്ടി. ഫസ്റ്റ് ഹാഫ് നോർമലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രം ഒന്നും ഫസ്റ്റ് ഹാഫിൽ തോന്നിയില്ല. ഒരു സ്റ്റോറിയുടെ ബിൽഡപ്പാണ്. ഒരു ലവ് അഫെയർ ഉണ്ട്. പിന്നെ ഈ പറയുന്ന നമ്മളുടെ വില്ലൻ റോൾ ചെയ്ത നടന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ ശരിക്കുമുള്ള കഥയിലോട്ടുള്ള ഡൈവിങ് സെക്കൻഡ് ഹാഫിലാണ്. ഷൈലോക്ക് ലെവലിലെ ഒരു ഫസ്റ്റ് ഹാഫിലൊരു പഞ്ച് എനിക്ക് കിട്ടി സെക്കൻഡ് ഹാഫിൽ ഈ പടത്തിൽ. പിന്നെ എടുത്തു പറയാൻ ഒന്നും കിട്ടുന്നില്ല. എടുത്തു പറയാൻ എന്തോ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ തിയേറ്റർ വാച്ച്. എനിക്കിതിനകത്ത് ലാഗ്, ബോറിങ് അങ്ങനെ ഒന്നും തോന്നിയില്ല. എനിക്ക് കണ്ടതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ ഒരു പടത്തിനകത്ത് ബോറിങ് ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ബോറിങ് ആണെങ്കിൽ ബോറിങ് ആണ്. ഇത് ബോറായിട്ടൊന്നുമില്ല. ശരിക്കും ഒരു തിയേറ്റർ മൂവി തന്നെയാണ് ടർബോ ജോസ്. സെക്കൻഡ് ഹാഫാണ് ഏറ്റവും അടിപൊളി. ലാസ്റ്റ് 20 മിനിറ്റ്സ് കിടിലമാണ്. പിന്നെ ഒരു പഞ്ചുണ്ട്, അത് സ്പോയിലറാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റിൽ ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ കിടിലമാണ്. ആരുടെ ഡയലോഗ് എന്തെന്നൊന്നും ഞാൻ പറയത്തില്ല, അത് പോയി കാണണം. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇൻഡിക്കേഷൻ ഓഫ് എ സെക്കൻഡ് പാർട്ട്. ഈയിടെ അതൊരു ട്രെൻഡാണ്. സെക്കൻഡ് ഹാഫ് ഇറക്കില്ലേലും ഇറക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തന്നിട്ടാണ് സിനിമ നിർത്തുന്നത്. അങ്ങനെ ഒരു സെറ്റപ്പ് ഇതിനകത്ത് ഞാൻ കണ്ടു. ലാസ്റ്റ് 2 മിനിറ്റ്സ് അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡയലോഗ് കിടിലമാണ്. ഡയലോഗ് കേട്ടാലേ മനസ്സിലാവും ആരാകുന്നു. കൊള്ളാം. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ യു ക്യാൻ വാച്ച്. ഒരു ഫാമിലി ആയിട്ട് പോയി കാണാവുന്നൊരു നല്ലൊരു പടമാണ്. അത്യാവശ്യം ഫണ്ണിയാണ്. ഒരു ന്യൂട്രലാണ്. വലിയ ബോറിംഗ് ഒന്നുമില്ല. ലവ് അഫെയർ ഒരു ഡീസൻ്റ് ആയിട്ട് കൊണ്ട് ഡീസൻ്റ് പടമാണ്. കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. ഒരു 10ൽ 7.5 കൊടുക്കാം. 7.5 ഔട്ട് ഓഫ് 10. ഈ സ്റ്റോറി
സ്റ്റോറി ലൈൻ വീക്കാണ്. എല്ലാം പെട്ടെന്ന് തീർക്കാനായിട്ടുള്ളൊരു ഉള്ളൊരു തോന്നി. സ്റ്റോറിയെ ഇച്ചിരിയേ ഉള്ളൂ, അതിനെ വലിച്ചു നീട്ടി കുറേ ചെയ്തു. അതിനകത്ത് ബോറിംഗ് ആയിട്ടൊന്നുമില്ല, പക്ഷേ എടുത്ത് പറയാൻ മാത്രം ഒരു നീണ്ട ഒരു വലിയ കഥ അങ്ങനെയൊന്നുമില്ല. ഒരു കുഞ്ഞു നല്ലൊരു കഥ, അതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ്, എല്ലാത്തിനെയും കണക്ട് ചെയ്ത് നല്ലൊരു പടം. അത്രയേ ഉള്ളൂ, വലിച്ചു നീട്ടാവുന്നില്ല. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.